അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ കുക്കിംഗ് ദുരന്തത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു ക്രാബ് റോസ്റ്റ് കാണാം. അപ്പോൾ എല്ലാവരും അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ കുട്ടീനെ ആദ്യം നമ്മൾ ഫുഡ് കൊടുത്ത് മയക്കിയിട്ട് വേണം നമുക്ക് ഫുഡ് പരിപാടി കയറാൻ. കുട്ടി ഉണ്ടായിച്ചിട്ട് നമുക്ക് സ്കില്ല് കളയാൻ പറ്റില്ലല്ലോ. പിന്നെ എൻ്റെ എസ്തെറ്റിക് അടുക്കള അതല്ല. സോ നിങ്ങൾ എൻ്റെ അടുക്കളയെ ജഡ്ജ് ചെയ്യരുത്. ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇത്രയൊക്കെ തരാൻ പറ്റുള്ളൂ. ഞാനൊരു അടിപൊളി കുക്കിംഗ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് കണ്ടോ, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് 4 എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ഇട്ടിട്ടുള്ളൂ. ഭയങ്കര ഒരു ഔട്ടാ. അപ്പോൾ അത് കാരണം ഞാൻ 2 ഇട്ടുള്ളൂ. പിന്നെ കുരുമുളക്, പിന്നെ ചെറിയ ജീരകം, കുഞ്ഞു ജീരകല്ലേ, അത് മാത്രം ഇട്ടിട്ട് അരച്ച. ചെറിയുള്ളി തോന വേണം, സവോള കുറച്ച് മതി. കാരണം അന്നെങ്കിലും നല്ല ടേസ്റ്റ് സൂപ്പറായിട്ടുണ്ടാവുള്ളൂ. ഇത് നിങ്ങൾ ഇങ്ങനെയാണോ കണ്ടിട്ടുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഇങ്ങനെ വെക്കാറുള്ളൂ. ഇതിൻ്റെ പിന്നിലൊരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി ഞാൻ പറയാം. ഞാൻ കടൽ കാണാൻ പോയപ്പോൾ അവിടെ നല്ല ഫ്രഷ് ഞണ്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രഷ് ഞണ്ട് മേടിച്ചിട്ട് ഞാൻ വീട്ടിൽ കൊടുന്നു. ഞാൻ കല്യാണം കഴിക്കാൻ എൻ്റെ ഹസ്ബൻഡ് കൊടുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് അത് കഴിക്കാൻ നല്ല പൂതി. ഇപ്പം തന്നെ ഉണ്ടാക്കി തിന്നാനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏകദേശം 12 മണി ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു 1 മണിയൊക്കെ ആയിട്ടാണ്. കാരണം വെച്ചാൽ കുറേ കടിച്ച് തിന്നാണ്ടല്ലോ. നാട്ടിൽ നിന്ന് പറഞ്ഞാൽ 1 കിലോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ടാവും കേട്ടോ. നല്ല വലിയ ഞണ്ടല്ലേ, കടപ്പുറത്ത് നിന്ന് വരികയല്ലേ. അപ്പോൾ അങ്ങനെ മേടിച്ച് കൊടുന്നപ്പോൾ എൻ്റെ മദറിനോട് ചോദിച്ചു ഇത് ഉണ്ടാക്കി. എനിക്കറിയില്ല, കാരണം ഞാൻ ഞണ്ടുണ്ടാക്കി ശീലിച്ചിട്ടില്ല. എനിക്ക് ആ മീനൊക്കെ നന്നാക്കുന്നതന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ മീൻ നന്നാക്കാൻ തന്നെ പഠിച്ചത്. എനിക്ക് എങ്ങനെ നന്നാക്കാന്നുമില്ല. അങ്ങനെ ഞാൻ യൂട്യൂബ് എടുത്തിട്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതല്ലേ. അപ്പോൾ ഹസ്ബൻഡിനെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി ഞാനങ്ങ് അങ്ങനെ ഉണ്ടാക്കി. പക്ഷെ അത് നല്ല ഇമ്പ്രസ്ഡ് ആയിപ്പോയി. കാരണം എന്താ വെച്ചാൽ അന്ന് ഞാൻ ഉണ്ടാക്കിയ അതേ റെസിപ്പി ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്തത്. ഇത് പണ്ട് ആരോ യൂട്യൂബിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 2017-ലായിട്ടാണ്ട് ഞാൻ ഞണ്ടുണ്ടാക്കാൻ പഠിച്ചതാണ്. അപ്പോൾ അത്രയും പഴക്കമുള്ളൊരു റെസിപ്പിയാണ്. പഴക്കം എന്ന് പറയാനൊരു ഇപ്പോൾ ഒരു ഏകദേശം 30 വർഷമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാലോ. അപ്പം ഞാൻ കോക്കനട്ട് ആണോ സൂപ്പറായിട്ടുണ്ടാവുക. ഞാൻ കോക്കനട്ട് ഇല്ല, ഞാൻ മേടിക്കാൻ മറന്നിരുന്നു. ഓർമ്മയുണ്ടേ, പ്രായമില്ലേ. അവിടെ ചെല്ലുമ്പോൾ എല്ലാ സാധനങ്ങളും വേണം. പക്ഷെ കാശ് നോക്കുമ്പോൾ അയ്യോ എടുക്കണ്ട അല്ലേ. ഉലുവ, പിന്നെ നമ്മുടെ മെയിൻ സാധനം കായപ്പൊടിയാണ്. മീനിലിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടേസ്റ്റൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വേണ്ടത് കടുക് കുറച്ച് വേണം കേട്ടോ. ഈ കടുക് വേറെ കാരണം നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ചെയ്യലില്ല. പക്ഷെ ഞാൻ കടുകിട്ടിട്ട് ചെയ്യുക. ഒരു ടേസ്റ്റ് ഒരു ഡിഫറെൻറ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കടുക് ഫസ്റ്റ്. നെക്സ്റ്റ് വേണ്ടത് ഒരു പട്ട, ഒരു ചെറിയ കഷ്ണം. അതെന്തിനാന്ന് വെച്ചാൽ എനിക്കത് ഇടാൻ പറ്റില്ല. ദിസ് ഇസ് മൈ റെസിപ്പി. സോ ഞാൻ അതിന് കട്ടിട്ട് എൻ്റെ വക ഉണ്ടാക്കിയ റെസിപ്പി. പിന്നെ കുറച്ച് ഉലുവ. ഇതിൽ സ്പൂൺ ഉണ്ടായാലും തോന വന്നാലും സ്പൂണോടെ തന്നെ നാശമായി. എനിക്കിപ്പോഴും ഇത് പേടിയാണ് കടുകൊക്കെ ഇടാൻ. ഞാനെന്തെങ്കിലും എടുക്കുമ്പോഴേക്കും ഞാൻ കഴുകി ശീലം. എനിക്കിനെ ഇഷ്ടമല്ല. നമ്മൾ വിചാരിച്ചത് കുക്കിങ്ങിൽ ഇങ്ങനത്തെ സംഭവമൊക്കെ കണ്ടുപിടിക്കാൻ ഞാൻ നല്ല പ്രോ ആണെങ്കിലും ഇതുപോലെ എണ്ണയ്ക്ക് ഇടുമ്പോൾ എന്താണ് ഒരു പേടിയാണ്. അതൊരു അസുഖമാണോ ഇനി നമുക്ക് കുറച്ച് തീയ കൂട്ടിയേക്കാം. ഇത് നന്നായിട്ട് മൂക്കണം. നമുക്ക് ശരിക്ക് ഇത് എണ്ണയ്ക്ക് ഇടുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. അപ്പം തന്നെ നിങ്ങൾക്ക് കടുക് പൊട്ടിയിട്ട് വേണമെങ്കിൽ അപ്പത്തെ നല്ല മണമാണ് കേട്ടോ. സൂപ്പർ മണം. ഇളക്കാം. ഇവിടെയാണ് നിങ്ങളുടെ സ്കിൽ. ആ സമയത്ത് നമ്മൾ കുറച്ച് വേപ്പിലിടാം. ഇളക്കാം. ഇതങ്ങോട്ട് ഇളക്കി മറിയിക്കണ്ട. ആ സ്മെല്ലൊക്കെ ഒന്ന് കുറഞ്ഞു വരും. ഒരു മൂപ്പ് സ്മെല്ല് വരും. ആ സമയത്ത് വേണം നമുക്ക്, അല്ലെങ്കിൽ ഇത് വേകാൻ വേണ്ടിയിട്ട് വേറെയും കുറേ സമയം എടുക്കും. സബോള, യു ഷുഡ് പുട്ട് സബോള. ലുക്ക്, എൻ്റെ അടുക്കള ചെറുതാടോ. സോ ഐ കാൺ ഡൂ ദിസ്. ഇവിടെ നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് വേണം. അപ്പം എന്നെ കണ്ടിട്ട് ഞാൻ ഓരോന്നും ഇങ്ങനെ പറയണം. കുറച്ചും കൂടി സബോള ഉണ്ട്.
ഐ മീൻ അങ്ങ് കുഴഞ്ഞു മറിയട്ടെ. അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വിട്ടാൽ മതി. ആ സമയം നമുക്ക് ഞണ്ട് നന്നാക്കാം. ഞാൻ തീ കുറച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഗൾഫിലെ കൊറ്റ റൂമാണെങ്കിൽ ഒന്ന് തീ കുറച്ച് ചെയ്തില്ലെങ്കിൽ ഇത് കണ്ണെരിയും കേട്ടോ. നമ്മളതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ നമുക്ക് ഈ സമയത്ത് കുഴപ്പമില്ലാതെ ഒന്ന് വാടി വന്നിട്ട് ഇത് നന്നായിട്ട് കഴുകണം. ഇതിൻ്റെ കാലുകളൊക്കെ ഒന്ന് വേറിട്ടിട്ട് ആക്കണം. ഈ സമയത്ത് നമ്മൾ ഇതിലോട്ട് മഞ്ഞപ്പൊടി ഇടുന്നത്. ഞാനങ്ങനെ മസാല ഇടുന്ന ആളല്ല, നിങ്ങൾക്ക് മുന്നേ അറിയാലോ എൻ്റെ ചിക്കൻ കറി കണ്ടിട്ട്. മീൻ കറിയൊക്കെ ഒരു അര ടീസ്പൂൺ, ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ കേട്ടോ, മുളക് പൊടി ഇതാ ഇത്ര ഇടാൻ പാടില്ല കേട്ടോ. നല്ല എരിവുണ്ട്. അപ്പം നിങ്ങൾ എരിവുള്ളതാണെങ്കിൽ ഇത്ര വേണ്ട, ഇത്രയും കൂടി വേണ്ട. മതി എന്ന് പറയുമ്പോൾ വീണ്ടും ഇടാനൊരു തോര. പിന്നെ മല്ലിപ്പൊടി ശരിക്കും ഇടാൻ പാടില്ല, പക്ഷെ ഇവിടെ ഇടുന്ന എന്താ വെച്ചാൽ കുറച്ച് വലിപ്പമുണ്ട്. അപ്പം ഇതാ കണ്ടോ, ഇത്ര ഇടണോ, കൊടുക്കാൻ വൈ എടുക്കാൻ ബുദ്ധിമുട്ടാന്ന് പറയും. ഗരം മസാല ഇത്ര ഇടാം. ഐസ്ക്രീം സ്പൂണാണ് ഇട്ടത്. നിങ്ങൾ ഊഹിക്കാലോ വാട്ട് ഈസ് ദ എമൗണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഈ തലക്കിലിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിനൊരു വെറ്റ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് ഇളക്കാം. കുരുമുളക് പൊടി ഇടണ്ട, ഓൾറെഡി നമ്മൾ കുരുമുളക് പച്ചരച്ചതാണ്. പിന്നെ ഇത് നോക്കിയിട്ട് ലാസ്റ്റിൽ കുരുമുളക് ഇടാൻ പാടുള്ളൂ. കുരുമുളക് കായപ്പൊടി ഇടണ്ട. പൊടി എടുത്തിട്ടുണ്ട്. വേഗമുള്ള വെള്ളം ഇടണം കേട്ടോ, അല്ലെങ്കിൽ ഇത് വയറിന് കേട് വരും. സമയം വേപ്പില കുറച്ച് ഇട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന്. ഇത് നന്നായിട്ട് കുക്കാണ്, അല്ലെങ്കിൽ വയറിന് കേട്. അല്ല, ഹീറോ തൂറ്റിട്ടില്ല, കുട്ടീനെ എടുത്തു. അപ്പോൾ നിങ്ങളുടെ ഹീറോ തോറ്റോ? ഇല്ല, കുട്ടീനെ എടുക്കാൻ പോയതാ. ഇത് നന്നായി തിളച്ചിട്ട് വറ്റണം. വറ്റിയതിന് ശേഷം മാത്രമാണ് എടുക്കാൻ പറ്റുള്ളൂ. അതപ്പോൾ അവിടെ കിടക്കട്ടെ. ഫൈനലി ക്രാബ് നന്നായി വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സെർവിങ് പാത്രത്തിലോട്ട് ഇടാം. കുറച്ച് വേപ്പില ഇടാം. വേറെ ഒന്നും ചെയ്യേണ്ട. നല്ല ടേസ്റ്റാണ്. ഇത് ചപ്പാത്തിയോ ചോറോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ വെറുതെയും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇത് ട്രൈ ചെയ്യാൻ വേണം.